ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികളുടെ സമയത്തും സ്കൂളിൽ കൊണ്ടാക്കണം. അതുപോലെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരണം. പിന്നെ അമ്മ, അയാളും വിഷ്ണുവേട്ടനും തമ്മിൽ എന്താ ശത്രുത? അമ്മ തന്നെ എനിക്കിതിനെല്ലാം മറുപടി തരണം. പറയമ്മേ. മോളെ, അത് പിന്നെ അതെ ശാരദ, ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 100 ചോദ്യമായാലോടി. നീ എന്താ CBI അതോ കേരള പോലീസോ അതോ ഇനി ക്രൈം ബ്രാഞ്ചോ? നീ ഞങ്ങളുടെ മോളാ, അല്ലാതെ നീ ഞങ്ങളുടെ അച്ഛനും അമ്മയും ആവരുത്. നീ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഓ, അത് ശരി. അപ്പൊ ഇവിടെ ഒരു വിഷയം ഉണ്ടാവുമ്പോ അത് തിരക്കാൻ പോലെയുള്ള ബന്ധം എനിക്ക് വീടുമായിട്ടില്ലെന്നാണോ അച്ഛൻ പറയുന്നേ? ശ്യാമേ, എടി അങ്ങനെയാണോ അച്ഛൻ പറഞ്ഞത്? നീ എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യമൊക്കെ വിളിച്ചു പറയുന്നേ? അല്ല, അവള് ചോദിക്കുന്നതിലും കാര്യമില്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അവൾക്കും അവകാശമുണ്ട്. ഓ, അത് ശരി. അപ്പൊ കൂട്ടത്തോടെയുള്ള ആക്രമണമാണല്ലേ? അല്ല. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി ചില കാര്യങ്ങൾ പറയാം. വേലായുധൻ എന്റെ സുഹൃത്താ. അവന്റെ മോളുടെ കല്യാണത്തിനായി ഞാൻ പൈസ വിഷ്ണുവോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വിഷ്ണു കൊടുക്കാന്നും പറഞ്ഞതാ. പക്ഷെ അതിനിടയിൽ അയാളെ ആരോ കുത്തി. അതിന്റെ പേരിലുണ്ടായ പുകിലാണ് ഇവിടെ ഇപ്പൊ കണ്ടതൊക്കെ. ആരാ ഈ നസീർ? അയാളെ ആരാ കൊന്നത്? നിന്റെ അച്ഛൻ. ഗോപാലേട്ടാ, നീ ആരാണെന്ന് വെച്ചാ പറ. ഈ ഞാനടി കൊന്നത്. ഒരു പോലീസ് ഓഫീസർ വന്നേക്കുന്നു. ഇപ്പൊ ഇറങ്ങിക്കോണം അവിടുന്ന്. അമ്മയും അച്ഛനെ കുറ്റവാളിയെ കാണുന്ന ഒരു മക്കളും ഞങ്ങൾക്ക് വേണ്ട. ഒരാളും ഞങ്ങളുടെ കാര്യം തിരക്കി ഇങ്ങോട്ട് വരികയും വേണ്ട. മക്കളാണത്ര മക്കള്. അച്ഛനും അമ്മേനെയും ജയിലിൽ കയറ്റാൻ വേണ്ടി നടക്കുന്ന മക്കള്. ഈ ഞാനടി കൊന്നത്. ഗോപാലേട്ട, എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ പിന്നെ എന്ത് പറയണമെന്നാ ശാരദ നീ പറയുന്നത്? പോലീസുകാർ ചോദ്യം ചെയ്യും, അത് അവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് കണക്കാക്കാം. നാട്ടുകാർ ചോദ്യം ചെയ്യും, അത് നമ്മുടെ തകർച്ച കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് കണക്കാക്കാം. മക്കളോട് ചോദ്യം ചെയ്താലോ? അങ്ങനെയുള്ള മക്കളിവിടെ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ. എനിക്കതിലൊരു സങ്കടമില്ല. നമ്മളെ നോക്കാത്ത, നമ്മുടെ കൂടെ നിൽക്കാത്ത മക്കളെ നമുക്ക് എന്തിനാ ശാരദ? അമ്മേ, ഞാൻ ഇറങ്ങാം. ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ല. ശ്യാമേ, അങ്ങനെ പറഞ്ഞിട്ട് നീ പോവാൻ നിൽക്കണ്ട. ഇതേ നിന്റെയും കൂടെ വീടാ. അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയും, അതൊക്കെ സ്വാഭാവിക. എന്ന് വെച്ച് വഴക്കിട്ട് പോവാൻ നിന്നല്ലേ അതിനെ നേരം കാണൂ. നീ അവിടെ നിന്ന് നീ വന്നേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് എന്റെ മുറിയിലിരിക്കാം. നീ വാ. വാടി. മക്കളടക്കം തിരിഞ്ഞിരിക്കുക. ഇനി അങ്ങോട്ട് എന്താവും അറിയില്ല. നമ്മളെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിക്കാൻ സർവേശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത്. എന്താ കണ്ണീരും കൈയും പോലെയുള്ള നിപ്പ്? എടാ, ഒടുവിൽ നമ്മൾ സംശയിച്ചു തന്നെയാ സംഭവിച്ചിരിക്കണേ. എന്താ അല്ല, ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കിപ്പോഴേ ഊഹിക്കാലോ. എനിക്കറിയാലോ ഇപ്പോഴത്തെ എന്റെ രോഗാവസ്ഥ. അതെന്റെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ വല്ലാണ്ട് തളർത്തിക്കൊണ്ടിരിക്കടാ. ആ പേടിയോണ്ടേ
എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ആ എടാ ഞാനെങ്ങനെ മരിച്ചു പോടാ. ഹ, എന്തൊക്കെയാ എന്റെ ആശാൻ ഈ പറയുന്നേ? അല്ല, ദൈവം അത്ര മനസാക്ഷിയില്ലാത്ത ആളാണോ? ദേ, ആശാൻ ഒന്നും വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല. എടാ ഇത് തന്നെടാ ഞാനും പറഞ്ഞോണ്ടിരുന്നേ, എനിക്കൊന്നും വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ. എന്നിട്ടിപ്പോ എന്താണ്ടായേ? ദേ, ആശാനെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അല്ല, ഇപ്പോഴത്തെ ആശാന്റെ ബുദ്ധിമുട്ട് എന്താ? എടാ ഇനിയിപ്പോ അങ്ങോട്ട് യാത്ര ചെയ്യാനേ സഞ്ചരിക്കാൻ ഒരു പാതയില്ലാത്തൊരവസ്ഥയാ. എന്റെ ഈ യാത്ര ഇവിടെ നിന്ന് അവസാനിപ്പിക്കാൻ മോളെന്നുള്ള ഉത്തരവ് അതെനിക്കറിയാം. അപ്പൊ പിന്നെ വിഷമിക്കാതെ വേറെ നിവൃത്തിയുണ്ടോ? വെച്ചൊഴിയ എന്നേക്കുമായിട്ടെ. എടാ വൈദ്യശാസ്ത്രത്തിൽ എന്നെ രക്ഷിക്കാനാവില്ല, അപ്പൊ ഞാൻ മരിക്കും. ആശാനെ, അതേടാ സത്യം ഞാൻ ഈ പറയുന്നത്. ഞാൻ ഡോക്ടറെ സതീഷിനെ കാണാൻ പോയിരുന്നെങ്കിൽ അയാൾ എന്നോട് പറയാൻ പോകുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. മരണം അതടുത്തെത്തി കഴിഞ്ഞു, കയ്യെത്തും ദൂരത്തുണ്ടത്. ഒന്ന് കണ്ണടച്ചു തുറക്കും മുമ്പ് അതെന്നെ കൊണ്ട് പോകും. ഉറപ്പാ. ആശാനെ, ചങ്ക് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്റെ ആശാനെ പറയുന്നേ. എടാ നിന്നെയൊക്കെ ചങ്ക് കീറിയ അവസ്ഥയില ഞാൻ. എന്റെ ശാലിനി, എന്റെ കുട്ടികൾ, എന്റെ നഷ്ടം അവരെങ്ങനെയാടാ മറികടക്കുക? അവർക്കത് താങ്ങാനാവൂ? എനിക്കറിയില്ലേ. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടാത്തോടെ നിന്നെ വിളിച്ചേ. ഞാനെന്താ ചെയ്യാ? എന്നെ ഉള്ള വിഷമം നിന്നോടല്ല, പിന്നെ ഞാൻ ആരോടാ പറയാ? നീ എന്റെ കൂട്ടുകാരനല്ലേ, എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ? എന്തായാലും ഓപ്പറേഷൻ വേണ്ടി വരും. അതിനായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടിയും വരും. പക്ഷെ ഒരു കാരണവശാൽ ശാലിനി കുഞ്ഞുങ്ങളെ അറിയരുത്. അവരെന്നല്ല ആരും ആരും അറിയാതെ എന്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കണം. അതിന് എനിക്ക് നിന്റെ സഹായം കൂടിയേ തീരും. എനിക്കറിയാം നിനക്കത് സഹിക്കാൻ പറ്റില്ലെന്ന്, പക്ഷെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അറിയിച്ചത്, അല്ലാതെ വേറെ വഴിയില്ലടാ. പിന്നെ എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികളുടെ സമയത്തും സ്കൂളിൽ കൊണ്ടാക്കണം. അതുപോലെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരണം. പിന്നെ അമ്മ, അച്ഛൻ, ഇവരൊക്കെ എൻ്റെ ഒരൊറ്റ ധൈര്യത്തിൽ ജീവിക്കുന്നവരാ. അത് പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായ അവര് തകർന്നുകൂടാ. പിന്നെ ശാലിനി, അവളിതെങ്ങനെ നേരിടാ?